ശില്പിയായ നിതീഷ് കുമാറിനെ തന്നെ അടർത്തി മാറ്റുക വഴി കേന്ദ്രത്തിൽ മൂന്നാം ഊഴമാണ് BJP ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ആത്മവീര്യം കെടുത്തുവാനും പ്രതിപക്ഷ പാർട്ടികളിൽ ആശങ്ക വിതയ്ക്കുവാനും ഈ നീക്കം വഴി BJPക്ക് സാധിച്ചിട്ടുണ്ട്. JDU-വിനു പുറമെ ബീഹാറിലെ നിരവധി കോൺഗ്രസ് MLA-മാരും BJP പാളയത്തിലെത്തിയെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. RJD സഖ്യം വിട്ട JDU നേതാവ് നിതീഷ് കുമാർ BJP പിന്തുണയോടെ വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അവസരവാദ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പിന് കൂടിയാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇനി പ്രതിപക്ഷ മുന്നണിയിലുള്ള ശരത് പവാറിന്റെ NCP BJP പാളയത്തിലെത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായ ചരിത്രമുള്ള തൃണമൂൽ കോൺഗ്രസ് പോലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ NDA സഖ്യത്തിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടാൽ BJPയിൽ ചേക്കാറാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒരു പട തന്നെ ഉണ്ടാകും. തമിഴകത്ത് BJPയുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന DMK-ക്ക് പോലും തൃണമൂൽ കോൺഗ്രസിനെ പോലെ തന്നെ മുൻപ് BJP പാളയത്തിലെത്തിയ ഒരു ഭൂതകാലമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒഴികെ മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയെ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള പോലെ പ്രത്യയശാസ്ത്രപരമായ ഒരു കെട്ടുറപ്പ് പ്രതിപക്ഷത്തെ മറ്റു പാർട്ടികൾക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിതീഷ് കുമാർ RJD മുന്നണി വിട്ടതിനാൽ RJDക്ക് NDAയിൽ പോകാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ശിവസേനയിലെ ഒരു വിഭാഗത്തെ BJP അടർത്തി മാറ്റിയതിനാൽ ഉദ്ധവ് വിഭാഗം ശിവസേനയ്ക്കും BJP പാളയത്തിലെത്താൻ കഴിയില്ല. 80 ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന UPയിൽ അഖിലേഷ് യാദവിന്റെ SPM കോൺഗ്രസും ഒന്നിച്ചാലും ഇത്തവണ അത്ഭുതം സൃഷ്ടിക്കാൻ സാധ്യതയില്ല. കാരണം മുൻപ് ഇതേ സഖ്യം ഉണ്ടായിരുന്നപ്പോഴും വലിയ വിജയം നേടിയത് BJPയാണ്. ഒറീസയിലും ആന്ധ്രയിലും ബിജു ജനതാദളും YSR കോൺഗ്രസും കൂടുതൽ സീറ്റുകൾ തൂത്തുവാരിയാലും അതും ഒടുവിൽ BJP പാളയത്തിലാണ് എത്തുക. NDA ഘടകകക്ഷികൾ അല്ലെങ്കിലും ഈ രണ്ട് പാർട്ടികളും മോദി സർക്കാരിന്റെ നിർണായക ബില്ലുകളിൽ പാർലമെന്റിൽ പിന്തുണച്ചവരാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബിജു ജനതാദളും YSR കോൺഗ്രസും NDA മുന്നണിയിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. CPM-ഉം CPI-യും മാത്രമാണ് 100% BJP മുന്നണിയിൽ പോകാതിരിക്കുക. മറ്റു പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും മലക്കം മറിയാമെന്ന കാര്യത്തിൽ BJPക്ക് വലിയ ആത്മവിശ്വാസമാണുള്ളത്. കേരളത്തിന് പുറമെ പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിലെ 4 സീറ്റുകൾ നിലനിർത്തുന്നതിനോടൊപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മഹാരാഷ്ട്രയിൽ നിന്ന് ഇടതു പാർട്ടികൾ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറിയ പാർട്ടിയാണെങ്കിലും മുസ്ലിം ലീഗിനും ഒരു കാരണവശാലും NDAയിൽ ചേക്കാറാൻ കഴിയുകയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച എത്ര MP-മാരെ അവർക്ക് ലഭിച്ചാലും ഏത് ഘട്ടത്തിലും ആ പാർട്ടിയെ പിളർത്തി ഒപ്പം കൂട്ടാൻ നിഷ്പ്രയാസം BJPക്ക് സാധിക്കും. ഇതൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇന്ത്യ മുന്നണി ഭരിക്കുമെന്ന വീരവാദം ആരും തന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത്. മോദിയുടെ മൂന്നാം ഊഴത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം ഒരു രാഷ്ട്രീയ ഇവന്റാക്കി മാറ്റിയ BJP ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അജണ്ട കൂടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രത്യയശാസ്ത്രമായി ഇതിനെ ചെറുക്കുവാനുള്ള നീക്കത്തിൽ ദയനീയമായാണ് പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ബീഹാർ ക്ലൈമാക്സിന് പിന്നാലെ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടർന്നേക്കുമെന്നാണ് JDU BJP ധാരണ. 2025 മുതൽ നിതീഷിന് NDA കൺവീനർ പദവി നൽകാനും തീരുമാനമായിട്ടുണ്ട്. സുശീൽ മോദിയും രേണു ദേവിയും ഉപമുഖ്യമന്ത്രിമാരാകാനാണ് സാധ്യത. സ്പീക്കർ പദവി BJPക്ക് നൽകാനും ധാരണയുണ്ട്. RJD കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളും BJPക്കാണ് നൽകുക. ഇന്ത്യ സഖ്യത്തിന്റെ കഴിഞ്ഞ യോഗത്തിന് ശേഷമാണ് സഖ്യം വിടാനുള്ള തീരുമാനത്തിലേക്ക് നിതീഷ് എത്തിയത്. കൺവീനർ പദവി നൽകാതിരുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിതീഷിനെ ചൊടിപ്പിച്ചിരുന്നു. മമതാ ബാനർജിയുടെ നിലപാടറിഞ്ഞ ശേഷം മതി തീരുമാനമെന്നായിരുന്നു രാഹുലിന്റെ നിർദ്ദേശം. മമതയും നിതീഷിന് എതിരായിരുന്നു. ഇതോടെ പിളർപ്പ് പൂർണ്ണമാവുകയായിരുന്നു.